പ്രിയതായ പൊന്നോമനയെ ഒരു നിമിഷ നേരം അല്ലാഹു എന്ന് ബലിയർപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ച വിവരം സ്വപ്നത്തിലൂടെ കൊടുത്തു. ആ തീരുമാനപ്രകാരം മകനെയും കൂട്ടി ബലികർമ്മത്തിന് വേണ്ടി പുറപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ആ റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, ആജ്ഞ അതേപടി അനുസരിച്ചുകൊണ്ട്, റബ്ബിന്റെ തീരുമാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പൊന്നു മോനെയും കൂട്ടി അതാ ബലിയർപ്പണത്തിന് വേണ്ടി യാത്ര തിരിക്കുമ്പോ ആ നിശ്ചിത സ്ഥാനത്തേക്ക് എത്തിയപ്പോഴാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയാണ് വനാദൈനാഹു അയ്യാ ഇബ്രാഹീം. അല്ലാഹു വിളിച്ചില്ല മുഅ്മിനീങ്ങളെ, ഓ ഇബ്രാഹീം, ഖദ് സദ്ദഖത റുയാ, നിങ്ങളതാ എന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുകയാണ്. അതേ സത്യസന്ധനായിട്ട് നിങ്ങളുടെ ആ ഒരു വാഗ്ദത്തം നിങ്ങൾ പാലിച്ചിരിക്കുകയാണ്. റബ്ബിനോടുള്ള കടമകൾ, ആ റബ്ബിനോടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇതുപോലെയാണ് നമ്മൾ ഗുണകാംക്ഷികളായ ആളുകൾക്കൊക്കെ പ്രതിഫലം നൽകാറുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോ അതോടുകൂടെ ചേർത്തി പറയട്ടെ മുഅ്മിനീങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനോടുള്ള ഈ ബാധ്യതകൾ പൂർത്തിയാക്കിയതിനപ്പുറം അവിടുത്തെ ജീവിതശൈലി എന്ന് നിങ്ങൾ നോക്ക്. ഒരു അതിഥിയെ കൂട്ടാതെയുള്ള ഭക്ഷണം അവിടുത്തെ ജീവിതത്തിലില്ല.